എല്ലാവർക്കും നമസ്കാരം. പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 103-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. തൃക്കയ്യാൽ മരണം വരേണമതിനായി പണ്ടേയിരിക്കുന്നവൻ ചൊൽക്കൊള്ളും വിവിധൻ മുതാ മുസലിതാനമ്പാടിയിൽ ചെന്ന നാൾ മൈക്കണ്ണാർ പലരോടുമായി മധുമദം പൂരിച്ചുമേവുന്നവൻ തൃക്കയ്യാൽ മരണം ലഭിച്ചു വരിലോകെ പോയി സുഖിച്ചിടിനാൻ. രാമായണത്തിലെ കഥാപാത്രങ്ങളിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് വിവിധൻ എന്ന് പറഞ്ഞൊരു വാനരൻ. അത് ശ്രീരാമചന്ദ്രസ്വാമിക്ക് വേണ്ടി ഒരുപാട് അധ്വാനം ചെയ്ത ആളാണ് ഈ വാനരൻ. എന്നാലും കുറേ കഴിഞ്ഞപ്പോൾ ഈ ശ്രീരാമനെ തന്നെ അവന് വിശ്വാസമില്ലാണ്ടായി ഇത്രേ. അങ്ങനെ ക്രമേണ ബുദ്ധി ദുഷിച്ചു പോയി. ദുഷ്ടസംസർഗവും സജ്ജനദ്രോഹവും ഒക്കെ ഒരു തൊഴിലാക്കി അങ്ങനെ ജീവിച്ചു എന്നാണ് പറയുന്നത്. ബലഭദ്രസ്വാമി അമ്പാടിയിലല്ല വൃന്ദാവനത്തിൽ വന്ന ആ സമയത്ത് അമ്പാടിയിൽ ചെന്ന നാൾ എന്നാണ് ഇതിൽ പറയണത്. അമ്പാടിയിൽ ചെന്ന ആ സമയത്ത് മൈക്കണ്ണാർ പലരോടുമായി മധുമദം പൂരിച്ചുമേവുന്നവൻ എന്താ വെച്ചാൽ വാരുണി എന്ന മദ്യം സേവിച്ചങ്ങനെ ഇരിക്കുകയാണ്. മൈക്കണ്ണാർ പലരോടുമായി എന്നാണ് പൂന്താനം പറയണത്. അന്ന് ഗോപസ്ത്രീകൾ കുറേ പേര് ബലഭദ്രരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണ ആ സമയത്ത് ഈ വിവിധൻ ചെന്നു വാരുണി മദ്യം സേവിച്ചിരിക്കണ സമയത്താണ്. വാരുണി മദ്യം എന്ന് പറഞ്ഞാൽ ഒരു തരം വീഞ്ഞ്, ലഹരി കൊടുക്കണ സുഗന്ധമൊക്കെയുള്ള ഒരു തരം വീഞ്ഞാണത്രേ വാരുണി എന്ന് പറയുന്നത്. നമുക്ക് സഹസ്രനാമത്തിലൊരു നാമമുണ്ട് ദേവിക്ക്, വാരുണീമത വിഹ്വല എന്ന് അല്ലേ. ഈ വാരുണി ദേവി എന്ന് പറഞ്ഞാൽ ക്ഷീരസാഗരം പാൽക്കടൽ കടയുമ്പോൾ അതിൽ നിന്ന് ഉയർന്നു വന്ന ദേവിയാണ് എന്ന് പറയുന്നു. അതുപോലെ വരുണൻ്റെ മകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വാരുണി എന്ന് പറയുന്ന ഒരു പാനീയം കുടിച്ച് അങ്ങനെ ഇരിക്കണ സമയത്ത് ഈ വിവിധൻ വന്നിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇവരെ ഈ ബലഭദ്രസ്വാമിയെയും സ്ത്രീകളെയും ഒക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. മരത്തിൻ്റെ മുകളിൽ നിന്ന് മരക്കൊമ്പൊക്കെ പൊട്ടിച്ചിട്ട് സ്ത്രീകളുടെ മേത്തേക്ക് ഇടുക, പല്ലിടിച്ച് കാണിക്കുക, അതുപോലെ ഓരോരോ ഗോഷ്ഠികൾ കാണിച്ചു. എന്നിട്ട് മരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ബലരാമൻ്റെ വട്ടൊക്കെ പിടിച്ചു വലിച്ചു. വാരുണി മദ്യം എടുത്തിട്ട് എല്ലാം കുടിച്ചിട്ട് പാത്രമൊക്കെ വലിച്ചെറിഞ്ഞു. ഇങ്ങനെയുള്ള ചാബല്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പം ബലരാമന് ദേഷ്യം വന്നു. ബലരാമൻ ആളെ മനസ്സിലാവുകയൊക്കെ ചെയ്തു. വിവിധനുമായിട്ട് യുദ്ധം ചെയ്തു. വിവിധൻ ഇങ്ങനെ വലിയ വലിയ മരങ്ങളൊക്കെ പുഴക്കി എടുത്ത് കൊണ്ടുവന്നിട്ട് അടിക്കുകയും പാറക്കല്ലെടുത്ത് എറിയുകയും ഒക്കെ ചെയ്തു ബലരാമസ്വാമിയെ. പക്ഷേ അതെല്ലാം തടുത്തു, നശിപ്പിച്ചു ബലരാമൻ. എന്നിട്ട് സ്വന്തം മുഷ്ടി കൊണ്ട് ഇടിച്ച് വിവിധനെ കൊന്നു എന്നാണ് പറയുന്നത്. സുഗ്രീവൻ്റെ മന്ത്രിയായിരുന്നു വിവിധൻ. ആത്മാർത്ഥമായിട്ട് ശ്രീരാമനെ സഹായിച്ചിട്ടുണ്ട് അന്ന് എന്നാണ് പറയുന്നത്. ആ ഒരു പുണ്യം വിവിധന് ഉള്ളത് കൊണ്ട് മോക്ഷം കിട്ടി എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ ഈശ്വരന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല എന്നാണ് വിവിധൻ്റെ കഥ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടുത്തെ തൃക്കൈ കൊണ്ട് മരണം ലഭിച്ച് ഉപരിലോകെ പോയി സുഖിച്ചിടിനാൻ എന്നാണ് പറയണത്. സ്വർഗത്തിൽ പോയി എന്നർത്ഥം. ആ വിവിധൻ്റെ കഥയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം. പുത്രന്മാർ പത്നിമാരെന്നിവരുടെ സുഖമേ നിത്യവും ദ്വാരവത്യാം പൃഥ്വീഭാജാം ഗൃഹസ്ഥാശ്രമവിധി ഉപദേശിച്ചുകൊണ്ടച്യുതൻ താൻ
നിത്യാത്മാ നിത്യദാനാദികൾ നിയതമൊരുക്കുന്നതും തന്മലേ പോയാസ്ഥാനേ ചേർന്നു ധർമാദികൾ വിരവിൽ വിചാരിപ്പതും കൈതൊഴുന്നേൻ. പുത്രന്മാർ, പത്നിമാർ ഇവരോടൊക്കെ കൂടി സുഖമായിട്ട് ദ്വാരകയിൽ ഗൃഹസ്ഥാശ്രമ വിധിയൊക്കെ ഉപദേശിച്ച് ഭൂവാസികൾക്ക് ഗൃഹസ്ഥാശ്രമ വിധികളൊക്കെ വേണ്ടും വണ്ണം കാണിച്ചു കൊടുത്ത് ആചാരങ്ങളെല്ലാം എങ്ങനെയൊക്കെയാണ് സ്വയം ആചരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത് അല്ലേ. നിത്യാത്മാ നിത്യസ്വരൂപനായ അച്യുതൻ, ച്യുതിയില്ലാത്തവൻ, ഒരു വീഴ്ച പറ്റാത്തവൻ, ദാനം മുതലായ നിത്യചര്യകളൊക്കെ ഒരു വീഴ്ചയില്ലാതെ തന്നെത്താൻ നിർവഹിക്കുന്നത്. സുധർമ്മ എന്നാണ് ഭഗവാന്റെ രാജസഭയുടെ പേര്. ആ സുധർമാസഭയിൽ ആ രാജസഭയിൽ പോയിരുന്ന് നീതിന്യായാദികൾ വിചാരണ ചെയ്യുന്നതും ഒക്കെ ഇതെല്ലാം സ്മരിച്ചുകൊണ്ട് വന്ദിക്കുന്നേൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒരു ശ്ലോകം കൂടി നോക്കാം. പ്രദ്യുമ്നാദികളെത്രയുണ്ടു ഭവതഃ പശ്ചാത്തവർക്കെത്രവാൻ പുത്രന്മാർ പുത്രന്മാരനിരുദ്ധരാദികളുമെല്ലാവർക്കും നമിക്കുന്നു ഞാൻ. പ്രത്യേകം ഗുണകർമ്മമോർത്തു പറവാനാളല്ല ബാണാസുരൻ ഹസ്തച്ഛേദനമൊന്നു ഹസ്തിനപുരി നിര്യാണമിത്യാദികൾ. പുത്രന്മാരും പൗത്രന്മാരും ഒക്കെ ആയിട്ട് എത്ര പേരാണ് അവിടത്തേക്ക് എന്നാണ്. പുത്രന്മാരെത്രയാണ്, പൗത്രന്മാരെത്രയാണ്. പുത്രന്മാർ തന്നെ എത്രയുണ്ട്, ഓരോ ഭാര്യമാരിലും 10 പുത്രന്മാരുണ്ട്. 16,008 ഭാര്യമാരിൽ 10 പുത്രന്മാർ. അതിപ്പോൾ എണ്ണം കണക്കാക്കിക്കോളൂ. അവർക്കും ഉണ്ട് പുത്രന്മാർ, അനിരുദ്ധൻ മുതലായ പുത്രന്മാർ. എല്ലാവർക്കും നമിക്കുന്നു ഞാൻ എന്നാണ്. ഭഗവാനടക്കം ഭഗവാനെയും ഭഗവാന്റെ പത്നിമാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും എല്ലാവർക്കും ഞാൻ നമിക്കുന്നു എന്നാണ് പൂന്താനം പറയുന്നത്. നമുക്കും നമസ്കരിക്കാം അല്ലേ. ആ പുത്രപൗത്രാദികളെയൊക്കെ നമിക്കുന്നു എന്നാണ്. പിന്നെ ബാണാസുരൻ്റെ ഹസ്തച്ഛേദനം നടത്തി ഭഗവാൻ. 1000 കൈകളാണ് ബാണാസുരന്. അത് ഗർവം വന്നു. എങ്ങനെ? ഭഗവാന്റെ ശ്രീ പരമേശ്വരൻ്റെ താണ്ഡവ സമയത്ത് വാദ്യം കൊട്ടി, വാദ്യം വായിച്ചു. അപ്പോൾ ശിവപ്രീതി കിട്ടി. ശിവപ്രീതി വരവും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗർവിഷ്ഠനായി ഈ ബാണൻ. അപ്പോൾ ഈ ഗർവം ഒന്ന് ശമിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവസരം കാത്തിരിക്കുകയായിരുന്നു ഭഗവാൻ എന്നാണ് പറയുന്നത്. ബാണാസുരൻ്റെ പുത്രിയാണ് ഉഷ. ഈ ഉഷയുടെ കഥ നമുക്കറിയാലോ. ഉഷ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ കണ്ടയാളെ ചിത്രലേഖ വരച്ച് കാണിച്ചു കൊടുത്ത് അനിരുദ്ധനെ ആ കട്ടിലോടുകൂടി ഉഷയുടെ അന്തപുരത്തിലെത്തിച്ചു എന്നൊക്കെ നമുക്ക് കഥ അറിയാം. അങ്ങനെ ബാണൻ അറിഞ്ഞു ശ്രീകൃഷ്ണൻ്റെ പൗത്രൻ ഇവിടെ ഉഷയുടെ അന്തപുരത്തിലുണ്ട് എന്നൊക്കെ അറിഞ്ഞു. എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ശിവനും, ശരിക്കു പറഞ്ഞാൽ പരമശിവനും ശ്രീകൃഷ്ണനും തമ്മിൽ ആണ് യുദ്ധം ഉണ്ടായത് അന്ന്. ഗംഭീര യുദ്ധം ഈശ്വരന്മാർ തമ്മിൽ. ഉണ്ണിഗണപതിയും അതുപോലെ നമ്മുടെ സുബ്രഹ്മണ്യനും എല്ലാവരും ശ്രീകൃഷ്ണനെയും മക്കളെയും എതിരിട്ടു. അങ്ങനെ ഈ ബാണാസുരൻ്റെ സ്ഥാനത്തായിരുന്നു ശിവനും ഗണപതിയും സുബ്രഹ്മണ്യനും ഒക്കെ അല്ലേ. അപ്പം അങ്ങനെ ബാണാസുരൻ്റെ 1000 കൈകളിൽ 2 ബാക്കി നിർത്തി, ബാക്കി എല്ലാം ഭഗവാൻ അർത്തു എന്നാണ് ഇതിൽ പറയണത്. അതുപോലെ ദുര്യോധനൻ്റെ ഹസ്തിനാപുരം ഗംഗയിലേക്ക് മറിച്ചിടാൻ തുടങ്ങി, മറിച്ചിട്ടില്ല.
അതെന്താ കാരണം? ദുര്യോധനൻ്റെ പുത്രിയായ ലക്ഷണയെ ഈ സ്വയംവര സമയത്ത് ജാമ്പവതിയുടെ പുത്രനായ സാമ്പൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു അത്രേ. അതിൽ ദേഷ്യം വന്നിട്ട് കർണനും പിന്നെ കുറച്ച് കൗരവന്മാരും എല്ലാവരും കൂടി വന്നു നേരിട്ടു ഈ സാമ്പനെ. ആ സമയത്ത് ബലഭദ്രൻ ഹസ്തിനപുരത്തിൽ ചെന്നു സമാധാനിപ്പിക്കാൻ. അപ്പോൾ ബലഭദ്രനെ അധിക്ഷേപിച്ചു ദുര്യോധനൻ. യാദവകുലത്തെ അടക്കം അധിക്ഷേപിച്ചു. അത് കേട്ടപ്പോൾ അങ്ങോട്ട് ദേഷ്യം വന്നു. ഗുരുവാണ് ദുര്യോധനൻ, ശിഷ്യനാണ് ബലഭദ്രൻ്റെ. പക്ഷേ നല്ല വാത്സല്യമായിരുന്നു ദുര്യോധനനോട്. പക്ഷേ ഈ പറഞ്ഞതൊക്കെ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ദേഷ്യം വന്നു. ആ കാലപ്പം എടുത്തിട്ട് ഒന്ന് തോണ്ടിയേ ഉള്ളൂ. ഹസ്തിനാപുരം അങ്ങോട്ട് ചെരിഞ്ഞു, ഗംഗയിലേക്ക് മറിഞ്ഞില്ല. അതിനു മുമ്പേ മറിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ കാലിൽ വീണു ദുര്യോധനൻ ഭഗവാന്റെ. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ കൗരവരുടെ ഗർവം ശമിപ്പിച്ചു എന്നാണ് പറയണത്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ ഭഗവാനെ വണങ്ങുന്നു. ഇതൊന്നും പറയാൻ, ഈ എല്ലാ പരാക്രമങ്ങളും ഓർത്തോർത്ത് പറവാൻ ഞാൻ ആളല്ല എന്നാണ്. പ്രത്യേകം ഗുണകർമ്മം ഓർത്തു പറവാൻ ആളല്ല എന്നാണ് പറയാണ്. പ്രത്യേകം ഇതൊക്കെ എല്ലാത്തിനും ഒരൊറ്റ നമസ്കാരം കൊണ്ട് കഴിക്കാനേ പറ്റുള്ളൂ എന്നാണ് ഈ പൂന്താനം പറയണത്. എല്ലാവർക്കും അത്രേ പറ്റുള്ളൂ അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് ഭഗവാൻ ഈ അമ്പാടിയിലെ കാരാഗ്രഹത്തിൽ ജനിച്ചപ്പോൾ മുതൽ സ്വർഗാരോഹണം വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു വച്ചിട്ട് പോയത് അല്ലേ? എല്ലാം എടുത്തെടുത്ത് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? അങ്ങനെ അതാണ് പൂന്താനം പറയണത്. എല്ലാത്തിനും കൂടി ഒരൊറ്റ നമസ്കാരം, നമുക്കും ഒരു നമസ്കാരം ഭഗവാന് അർപ്പിക്കാം. അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.